ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മലബാറിലെ സ്പെഷ്യൽ ചിക്കൻ കറിയും നൈസ് പത്തിരിയും ആയിട്ടാണ് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാൽ ശരി, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണ എടുത്തിട്ടുള്ളൂ. നടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇവയെല്ലാം കൂടെ അരച്ചെടുത്ത പേസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം ഒന്ന് പോവണം. പിന്നെ ഈ ജീരകം ഒന്ന് നന്നായിട്ട് മൂത്ത് വരികയും വേണം. അതുവരേക്കും ഇതിനെ ഒന്ന് ഇതുപോലെ വറുത്തെടുക്കുക. ജസ്റ്റ് 2 മിനിറ്റ് ആവുമ്പോഴത്തേക്കിന് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതപ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പൊ ഞാൻ ചേർക്കുന്നത് ഒരു 3 വലിയ സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു ചേരുന്ന പോലെ ആവണം. എന്നാലേ നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോ അതുവരേക്കും ഇതിനെ വഴറ്റിയെടുക്കണം. ഇപ്പൊ ഇതാ കണ്ടോ, സവാള നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തവി ഉപയോഗിച്ചിട്ട് കുത്തി കൊടുത്താൽ അതങ്ങ് ഉടഞ്ഞു പോവും. അത്രയും പരുവാവണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല കളറായിട്ട് ചിക്കൻ കറി കിട്ടുള്ളൂ. സവാള വാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളിയും സവാളയെ ചെയ്ത പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അലിച്ച് ഇതിലേക്ക് ചേർക്കണം. തക്കാളി സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാനിപ്പോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. മസാലപ്പൊടികളൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം മാത്രം മതി. എന്നാലേ നമ്മുടെ കറി നല്ല തിക്കായി ടേസ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ച് കെടുത്തു കഴിഞ്ഞാൽ കറി ലൂസായി പോവുകയാണ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോഴേക്കിന് കറിയൊക്കെ ഏകദേശം പാകമായി മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ ആരും മറക്കണ്ട കേട്ടോ. ഇപ്പൊ ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നല്ല തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂട് പോവാൻ മാറ്റി വെക്കുക. ചൂട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഈ കറി തിക്കായിട്ട് വരും. ഇപ്പൊ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നൈസ് പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിപ്പോ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസ് ആയിട്ടുള്ള പത്തിരിപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ പൊടിയും എടുക്കാം കേട്ടോ. പുട്ടുപൊടി എടുക്കാൻ പറ്റൂല, അത് ശരിയാവൂല നൈസ് പത്തിരി ഉണ്ടാക്കാൻ.
ആദ്യം നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൊടിയെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് നമ്മൾ എത്ര പൊടിയാണോ എടുത്തിരിക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിവാക്കുക, അല്ലെങ്കിൽ എടുത്തു മാറ്റുക. അത്രയും മതി നമ്മൾ ഈ പൊടി വേവിക്കാനായിട്ട്. ഞാനിപ്പോ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും 1/2 കപ്പ് വെള്ളം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചു വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കൈ കൊണ്ട് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് ലോ സ്പീഡിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഈ പൊടിയും വെള്ളം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ചൂടോട് കൂടെ തന്നെ ഇതിനെ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ തുറന്നിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. പറ്റ തണുത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്, അപ്പൊ പത്തിരി റെഡിയായി കിട്ടൂല. നമ്മൾ കൈ കൊണ്ട് തൊടാനുള്ള പരുവത്തിലുള്ള ചൂടാവുമ്പോൾ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കുഴച്ചെടുക്കണം പത്തിരി തയ്യാറായി കിട്ടണമെങ്കിൽ. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ച് തൊട്ട് കൊടുത്ത് വേണം കേട്ടോ ഇതിനെ കുഴച്ചെടുക്കാന്. അപ്പൊ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം കൂടെ ഒപ്പം വെക്കുക. ഒരു 10 മിനിറ്റോളം മാവിനെ ഇങ്ങനെ തന്നെ നല്ല പോലെ ഇടയ്ക്ക് വെള്ളം തൊട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ പത്തിരി നല്ല നൈസായിട്ട് കിട്ടുള്ളൂ. മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക, നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ആദ്യം ഈ ഓരോ ബോൾസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസ്സർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യാം. ഞാനിപ്പോ അങ്ങനെ ചെയ്യണില്ല, എനിക്ക് ഇങ്ങനെ തന്നെ ശീലമായി പോയതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അല്ലാത്തവരുണ്ടെങ്കിൽ ഷേപ്പായി കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രസ്സർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുക. ഇപ്പൊ പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് പാന് നന്നായിട്ട് ചൂടായതിനു ശേഷം പത്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒറ്റ പ്രാവശ്യം മാത്രം പത്തിരിനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാതെ 2-3 പ്രാവശ്യമൊക്കെ തിരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പത്തിരി നല്ല ഹാർഡായിട്ട് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് ഒരു പ്രാവശ്യം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ പൊടി ഉണ്ടാവും പാനില്, അത് ഇതുപോലെ അങ്ങ് തട്ടി കൊടുത്തിട്ട് വേണം അടുത്ത പത്തിരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അടുത്ത പത്തിരി പിന്നെ ചുടുമ്പോൾ മഞ്ഞ കളറായിട്ട് വരും. ഇപ്പൊ പത്തിരി ഒക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്, നല്ല നൈസായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചൂടോട് കൂടെ ആവുമ്പോൾ കുറച്ച് കട്ടിയുള്ള പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ കറിയും നൈസ് പത്തിരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു കിടിലൻ വീഡിയോയുമായിട്ട് കാണാം.